അയാൾ അങ്ങനെ സുകുമാര മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് നമ്മുടെ ജയഭാരതി മുത്തശ്ശിനെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അങ്ങ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി, നമ്മളിപ്പോൾ ഈ ജയഭാരതി മുത്തശ്ശിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അവരിപ്പോൾ എങ്ങോട്ടാണ് പോകാൻ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അവർ തെരുവിക്ക് ഇക്കാരം, അല്ലാതെ പിന്നെ അവർക്ക് പോകാൻ വേറെ ഇടമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ ദൈവമേ ദൈവമേ, ഇപ്പോൾ എന്ന് പറയുന്നത് ഞങ്ങളെ സമയമാണ്, അപ്പോൾ ദൈവം ഞങ്ങളെ കൂടെ തന്നെ നിൽക്കണം, വേറെ വഴിയൊന്നും ഇല്ലട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആറ്റുവാശ്ശേരിക്ക് അങ്ങ് കയറി ചെല്ലാണ്. പക്ഷേ അതേ സമയത്ത് രാധികയാണെങ്കിൽ ആ ഭക്ഷണ പൊതിയൊക്കെ ആയിട്ട് ഓരോരുത്തർക്കും അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് ചേച്ചിമാർക്ക് ഇങ്ങനെ ഭക്ഷണപ്പൊതി കൊടുക്കുന്ന സമയത്ത് ഈ ചേച്ചിമാർ അവളുടെ ഭക്ഷണത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചേച്ചി പറയുന്നുണ്ട്, നിൻ്റെ ഭക്ഷണക്കൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ രാധികയെ, എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, എൻ്റെ വീട്ടിൽ ഇനി ഒരു വല്ല കുടുംബകലഹം ഉണ്ടാവും എന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ഇവൾ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചി പറയുന്നുണ്ട്, അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് നിൻ്റെ ഒരു ഭക്ഷണം എപ്പോഴോ ഒന്ന് കഴിച്ചു പോയി, എന്നിട്ട് അതിൻ്റെ കൂട്ടും അതിൻ്റെ കറിയുടെ രുചിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അവളോടൊന്ന് ചോദിച്ച് പഠിക്ക്, എന്നിട്ട് അതുപോലെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ശല്യം ചെയ്യാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അവളോട്. അപ്പോൾ അവൾക്ക് ആ ഒരു കാര്യമൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ തോന്നാണ്. അപ്പോൾ അവളുടെ അടുത്തുള്ളൊരു വേറെ ചേച്ചിയും കൂടി പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഇതേ അവസ്ഥ തന്നെയാണ്, എന്നിൻ്റെ കറിക്കൂട്ടൊക്കെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ വേറൊരു ചേട്ടനും കൂടി അവളുടെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട് ഈ ഭക്ഷണപ്പൊതി അങ്ങ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാളും പറയുന്നുണ്ട്, നിൻ്റെ ഭക്ഷണം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, ഞങ്ങളിനി ഇത് എന്നും വാങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ ഭക്ഷണപ്പൊതിനെ അങ്ങനെ ഇവർ മൂന്ന് പേരും നിർത്താതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചി അവളോട് ചോദിക്കുന്നുണ്ട്, രാധിക നീ ഒരു കാര്യം ചെയ്യോ, ആ ഭക്ഷണക്കൂട്ടിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രാധികയ്ക്ക് ചെറിയൊരു മടി വരിക, കാരണം ഇതൊരു ബിസിനസ്സല്ലേ, അപ്പോൾ അതിൻ്റെ സീക്രട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ ബിസിനസ് തകരും എന്നുള്ള കാര്യം എന്തായാലും രാധികയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, സോറി ചേച്ചി, കൂട്ടൊക്കെ ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ എങ്ങനെ ഞാൻ ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുക, ഇതിൻ്റെ ഒരു പിടിച്ചു നിൽക്കാനുള്ളൊരു കച്ചിത്തുരുമ്പ് ഇത് ഈ കൂട്ടല്ലേ, അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു തരില്ല എന്നൊക്കെ ഇങ്ങനെ രാധിക തന്നെ ആ ചേച്ചിനോട് പറയണം. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട്, അത് ശരിയാണ്, ഞാൻ വെറുതെ ചോദിച്ചതാണ്, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നാളെ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് 2-3 പൊതി എക്സ്ട്രാ കൂടി വേണം, എൻ്റെ ചേച്ചി അനിയത്തി മോളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അവർക്കും കൂടിയൊക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ ഇവളോട് പറയണം. അപ്പോൾ ആ സമയത്താണ് ഈ അവളുടെ അമ്മ അങ്ങ് വിളിക്കുന്നത്. അപ്പം ഈ യശോദ അങ്ങ് ഫോൺ വിളിക്കുന്ന സമയത്ത് ഇവൾ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഫോൺ എടുത്തിട്ട് എന്താ അമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് യശോദ കാര്യങ്ങളൊക്കെ എന്തായാലും അവളോട് അങ്ങ് പറയുന്നുണ്ട്, ഈ സുകുമാര മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് എന്നുള്ള കാര്യം അങ്ങ് അവളോട് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ആണോ, എന്നാൽ ഞാൻ പെട്ടെന്ന് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ധൃതിയിൽ അങ്ങ് പോവാണ്. അപ്പോൾ ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാ മോളെ ധൃതിയിൽ ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളൊരു ചെറിയ അത്യാവശ്യമുണ്ട്, വീട്ടിൽ കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, വേണമെങ്കിൽ ഭക്ഷണപ്പൊതി ഓർഡർ ചെയ്യാനായിരിക്കുമല്ലേ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇവൾ ആ ചോദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്ത് അങ്ങ് പോവുകയാണ്. അതെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് എങ്ങനെയെങ്കിലും ആറ്റുവാശ്ശേരിക്ക് എത്തിക്കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ അവൾ അങ്ങ് വേഗം പോവുകയാണ്. അപ്പോൾ ഇവൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചേട്ടൻ പറയും, പാവം, നല്ല കഠിനാധ്വാനം ചെയ്യാൻ വിചാരിച്ച കുട്ടി തന്നെയാണ്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, എത്രയോ ഉയരത്തേക്ക് എത്തിയതായിരുന്നു, പക്ഷേ എത്രയോ ഒറ്റയടിക്ക് അങ്ങ് താഴെ വീണതാണ് ആ കുട്ടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ചേച്ചിയും പറയുന്നുണ്ട്, അതിന് താഴെ വീണതല്ലല്ലോ, അവളെ താഴെ വീഴ്ത്തിയതല്ലേ, അത് ആ സുകുമാരൻ മുത്തശ്ശി പിന്നെ പൂജാരിയുടെ മകളും കൂടിയിട്ട് അവർ ചെയ്ത പണിയല്ല ഇത് എന്നൊക്കെ ഇങ്ങനെ അവരെ അങ്ങനെ കുറ്റപ്പെടുത്തി ഇവളെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ എന്തായാലും ആ നാട്ടുകാരൊക്കെ. അപ്പോൾ ഇവൾ നേരെ ആറ്റുവാശ്ശേരിക്ക് അങ്ങ് വിടുകയാണ്. ആറ്റുവാശ്ശേരിയിലാണെങ്കിൽ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് നേരെ വീടിൻ്റെ അകത്തേക്ക് അങ്ങ് കയറാൻ നേരത്തെ നമ്മുടെ യശോദ അങ്ങ് തടഞ്ഞു നിർത്തണം. എങ്ങോട്ടാ രണ്ടുപേരും, നിങ്ങൾ രണ്ടുപേരും എന്തായാലും ഈ വീടിനകത്തേക്ക് കയറ്റില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, അങ്ങനെ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് എന്താ അധികാരമാണ്, ഈ വീടെന്ന് പറയുന്നത് മുത്തശ്ശിയുടെ വീടാണ്, അപ്പോൾ മുത്തശ്ശിക്ക് ഈ വീട്ടിലേക്ക് നിൽക്കാനുള്ള അധികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും ഇടിച്ച് കയറി നിൽക്കാൻ സമയത്ത് തന്നെ ഈ യശോദ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ള ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം, അതെന്തായാലും നടക്കില്ല, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഞാൻ ഈ വീട്ടിലേക്ക് എന്തായാലും കയറ്റില്ല എന്നൊക്കെ യശോദയും കൂടി അങ്ങ് പറയണം. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അപ്പോൾ കാര്യം മനസ്സിലായില്ലേ, ഞങ്ങളും കൂടി കാണട്ടെ തമ്പുരാട്ടിനെ, കാരണം അവരിപ്പോൾ ഇങ്ങനെ നാട് ചുറ്റാൻ ഇറങ്ങിയതല്ലേ ഈ തമ്പുരാട്ടി, അപ്പോൾ ഈ റാണി നമ്മുടെ ഈ ചെറ്റ കുടിലേക്ക് അങ്ങ് കയറിയിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞത് കേട്ട്, അപ്പോൾ അവരെ ഒന്ന് മുഖം കാണിച്ചിട്ടൊന്ന് പോകണ്ടേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് കയറി വന്നത്, ഞങ്ങൾ അവരെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പ്രിയങ്ക ഈ യശോദനെ ഒറ്റ തള്ളങ്ങ് തള്ളാണ്, മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരപ്പോഴത്തേക്ക് അങ്ങ് മറിഞ്ഞങ്ങ് വീണൊക്കെ ഉണ്ട്. എന്നിട്ട് വീണ്ടും അവരങ്ങനെ ഇടിച്ച് കയറാൻ നേരത്തെ വീണ്ടും ഈ യശോദ അങ്ങ് തടഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതേ ഈ യശോദനോട് ഈ പ്രിയങ്ക പറയുന്നുണ്ട്, അമ്മേ, ഞങ്ങൾ ഈ മുത്തശ്ശിനെ ആരിവിടെ എതിർത്താലും ഞങ്ങൾ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ, നിങ്ങൾ വീണ്ടും തള്ളി മാറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും അങ്ങ് തള്ളി മാറ്റി അവർ ഇടിച്ച് കയറി അങ്ങ് രണ്ടുപേരും അങ്ങ് നേരെ ഈ നമ്മുടെ മുത്തശ്ശി കിടക്കുന്ന റൂമിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പം
മുത്തശ്ശിയാണെങ്കിൽ കിടക്കുന്നത് ഈ സുകുമാരി മുത്തശ്ശിയുടെ കട്ടിലിൽ അങ്ങനെ കിടക്കുകയാണ്. പനിയുടെ നല്ല ക്ഷീണവും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും അങ്ങ് ആ റൂമിലേക്ക് അങ്ങ് കയറി വരികയാണ്. അപ്പോൾ ഇവരെ കയറി വരുന്നത് കണ്ട പാടെ തന്നെ നമ്മുടെ ജയഭാരതി മുത്തശ്ശി അങ്ങ് എണീറ്റിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും വന്നിട്ട് ഇങ്ങനെ നേരെ ചോദിക്കാണ്, ഓർമ്മയുണ്ട് ഞങ്ങൾ രണ്ടുപേരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, അത് പിന്നെ നിങ്ങൾ രണ്ടുപേരും മറക്കാൻ കഴിയുമോ, നിങ്ങളെങ്ങനെ മറന്നു പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്ക അവരുടെ ആ ഒരു സ്വഭാവം അങ്ങ് പുറത്തെടുക്കുകയാണ്. അവരിങ്ങനെ പറയുന്നുണ്ട്, എപ്പോൾ വന്ന് മഹാറാണി ഇപ്പോൾ ഈ ഊര് ചുറ്റാൻ, എന്നിട്ട് ഈ ചെറ്റക്കടലിലാണല്ലോ വസിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ അങ്ങ് കളിയാക്കാൻ തുടങ്ങുകയാണ്. ഓ, നിങ്ങൾ ആരായിരുന്നു ഈ കണിമംഗലത്തെ മഹാറാണി, അവിടെ കിരീടം വെക്കാത്തൊരു രാജ്ഞിയായിരുന്നല്ലോ നിങ്ങൾ, എന്നിട്ട് മക്കളെയും മരുമക്കളെയും എല്ലാവരും ഇങ്ങനെ ഭരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളായിരുന്നു നിങ്ങൾ. ഞങ്ങൾ രണ്ടുപേരും അവിടെ നിങ്ങളുടെ ദയയിൽ 3 നേരം ഭക്ഷണമൊക്കെ കഴിച്ച് നിൽക്കുന്ന 2 അടിമകളല്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരെ അങ്ങ് പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, സുകുമാരി, കഴിഞ്ഞതെല്ലാം നീ മറക്കണം, ഇങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും പറയാതെ നീ അതൊക്കെ മറന്നു കളയണം എന്നൊക്കെ പറയണം. അപ്പോൾ തന്നെ സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട്, അയ്യടാ, മറക്കാൻ പറ്റിയ കാര്യങ്ങളാണല്ലോ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് ചെയ്തത്, ഒരുപാട് ക്രൂരതകൾ നിങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, എന്നിട്ട് നാണമില്ലാതെ ഇവിടെ തന്നെ വന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. പ്രിയങ്ക പറയുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഉളുപ്പോ നാണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ തന്നെ കയറി വരുമോ, നാണമില്ല ഇവിടെ തന്നെ ഇങ്ങനെ അഭയാർത്ഥിയായിട്ട് കൂടാൻ എന്നൊക്കെ ഇവരോട് അങ്ങ് പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നേരെ യശോദ അങ്ങ് കയറി വരുന്നുണ്ട്. അപ്പോൾ യശോദ അങ്ങ് അവളെ ഷൗട്ട് ചെയ്യുന്നൊക്കെ, എടി പ്രിയങ്ക, നീ മുത്തശ്ശിനോട് എന്തൊക്കെയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവളോട് ഷൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശിയോ, ആരുടെ മുത്തശ്ശി, എൻ്റെ മുത്തശ്ശിയൊന്നുമല്ല, ഞാൻ എന്തിനും ഇവരെ മുത്തശ്ശി എന്നൊക്കെ വിളിക്കണ്ടേ, ഇവരെ എൻ്റെ മുത്തശ്ശിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വീണ്ടും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, ഒരു നാണവും ഇല്ലാതെ ഇവിടെ ഇങ്ങനെ പറ്റിക്കൂടി വരാൻ, കൊച്ചുമകന് വന്നപ്പോൾ അവൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ അഭയാർത്ഥിയായിട്ട് ഇവിടെ വന്ന് കൂടാനൊരു നാണമില്ലല്ലോ, കുറച്ചെങ്കിലും ഒരു ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീട്ടിലേക്കൊന്നും കയറി വരില്ലായിരുന്നു, ഏതെങ്കിലുമൊക്കെ തെരുവിൽ നിന്നേനെ എന്നൊക്കെ അങ്ങനെ പറയാണ്. എന്നിട്ട് സുകുമാരി മുത്തശ്ശി അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയിക്കോണം, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ അങ്ങ് മുഖത്ത് നോക്കി അങ്ങ് പറയാണ്. അപ്പോൾ തന്നെ ഈ മുത്തശ്ശിക്ക് ആകെ ഒരു നാണക്കേട് അങ്ങ് തോന്നുകയാണ്. കാരണം അത്രയും അഭിമാനത്തിൽ ജീവിച്ച ഇവർക്ക് അതൊരു ഭയങ്കരമായിട്ട് അപമാനമായിട്ട് അങ്ങ് തോന്നുകയാണ്. അപ്പോൾ തന്നെ മുത്തശ്ശി അങ്ങ് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ യശോദ പറയുന്നുണ്ട്, മുത്തശ്ശി എന്തിനാ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്നത്, മുത്തശ്ശി എങ്ങോട്ട് പോവാണ്, ഇവർ രണ്ടുപേരും വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞെന്ന് വിചാരിച്ച് അത് കേട്ട് ഇവിടുന്ന് ഇറങ്ങേണ്ട യാതൊരു ആവശ്യവും എന്നൊക്കെ ഇങ്ങനെ ഈ യശോദ ജയഭാരതി മുത്തശ്ശിനോട് പറയുന്നുണ്ട്. ആ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, യശോദയും ദേവനും തന്ന ബഹുമാനം എല്ലാം മറന്നിട്ടൊന്നും അല്ല ഞാനിങ്ങനെ ഇറങ്ങാൻ പോകുന്നത് ഒന്നും, നിങ്ങൾ കാണിച്ച ബഹുമാനം എല്ലാത്തിനും എനിക്ക് നല്ലൊരു ഓർമ്മ തന്നെ ഉണ്ട്, അതൊന്നും ഞാൻ മറക്കുന്നൊന്നുമില്ല. പക്ഷേ ആ അഭിമാനം വിട്ടിട്ട് എനിക്കിവിടെ നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, എനിക്കിതൊരു അഭിമാനക്കേടായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോകാൻ നിൽക്കണം. അപ്പോൾ യശോദ പറയുന്നുണ്ട്, എന്നാൽ ഈ രാധികയും വരുണും കൂടിയിട്ട് വന്നിട്ട് അപ്പോഴെങ്കിലും പോയാൽ മതി, ഇപ്പോൾ പോകരുത്, അവർ വരുന്നത് വരെയെങ്കിലും മുത്തശ്ശി ഇവിടെ കാത്തിരിക്കുക എന്നൊക്കെ പറയണേ. അപ്പോൾ തന്നെ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, അവർ വന്നാൽ അവർക്ക് എന്തായാലും എന്നെ ഇവർ ആട്ടി ഇറക്കുന്നത് കാണുന്നത് ഭയങ്കര വിഷമാവും, അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അവരെയും കൂടി വേദനിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ പോയിക്കോല, അവർ വന്നിട്ട് അവർക്ക് മനസ്സിലാക്കിക്കോളൂ, അറിഞ്ഞോളൂ, ഞാൻ എന്തായാലും അവർ വരുന്നത് വരെ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങ് അവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇറങ്ങി അവരങ്ങനെ നടന്ന് ആ റൂമിൽ നിന്ന് ഹാളിലെത്തുന്ന സമയത്ത് ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്ക ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിച്ചിട്ട് ഇവരുടെ അടുത്തേക്ക് ഒന്ന് വരുന്നുണ്ട്. എന്നിട്ട് പ്രിയങ്ക നേരെ ഈ ജയഭാരതി മുത്തശ്ശിനോട് പറയുന്നുണ്ട്, അതേ ഒന്ന് നിന്നേ, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, എൻ്റെ മുത്തശ്ശിക്ക് നിങ്ങളോട് എന്തോ ഒരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ തന്നെ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, അത് ശരിയാ, ഇനി എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്, അതും കൂടി കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി എന്നൊക്കെ പറയാണ്. അപ്പോൾ തന്നെ ഈ യശോദ വേഗം അവരുടെ അടുത്തേക്ക് അങ്ങ് വരുന്നുണ്ട്, ഇവരിനി എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടാൻ പോകുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്ത് കൂട്ടാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഈ യശോദൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, ഞങ്ങൾ കണിമംഗൽ തരുന്ന സമയത്ത് എനിക്കൊരു സമ്മാനം തന്നിരുന്നു, എൻ്റെ കവിളിലൊരടി, അപ്പോൾ ആ അടി ഞാൻ അങ്ങ് തിരിച്ച് തരാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ തന്നെ യശോദ അങ്ങ് ദേഷ്യത്തിൽ പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് ഈ പറയാൻ പോകുന്നത്, അതും വലിയ ഒരു പാപം വേറെ ഉണ്ടാവില്ല, ആ പാപം എന്തായാലും ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് തടസ്സമായിട്ട് നമ്മുടെ ജയഭാരതി മുത്തശ്ശിയുടെ മുന്നിൽ കയറി അങ്ങ് നിൽക്കുകയാണ് ഈ യശോദ. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുന്നത്, ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് തടസ്സം നിന്നാൽ അവർക്കൊക്കെ ഞങ്ങൾ വിധിക്കുന്ന ശിക്ഷ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് യശോദനെ അങ്ങ് തള്ളി അങ്ങ് ഇടുകയാണ് താഴേക്ക്. അപ്പോൾ ഈ ജയഭാരതി മുത്തശ്ശി അതൊക്കെ കണ്ടിട്ട് ആകെ അങ്ങ് സങ്കടപ്പെടുന്നുണ്ട്, അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഈ യശോദ അങ്ങ് തറയിലേക്ക് അങ്ങ് വീണിരിക്കുകയാണ്.
അപ്പോൾ വീണ്ടും സുകുമാരി മുത്തശ്ശി ജയഭാരതി മുത്തശ്ശിനോട് പറയുന്നുണ്ട്, അതെ നിങ്ങൾ തല്ലിയ തല്ല് എനിക്കിപ്പം നല്ല ഓർമ്മയുണ്ട്. എന്തായാലും ആ തല്ല് ഞാൻ നിങ്ങളെയും കൂടി തിരിച്ച് തല്ലാൻ പോവുകയാണ്. ആ ഒരു പ്രതികാരം നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ഇവിടുന്ന് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഈ സുകുമാരി മുത്തശ്ശി നേരെ ഈ ജയഭാരതി മുത്തശ്ശിയുടെ കവിള് നോക്കി ഒരൊറ്റ അടി അങ്ങ് വെച്ച് കൊടുക്കാൻ നേരത്ത് നമ്മുടെ രാധിക അങ്ങ് വന്ന് ആ ഒരു അടി അങ്ങ് പിടിച്ച് നിർത്തിയിരിക്കുക. രാധിക സുകുമാരി മുത്തശ്ശിയുടെ കൈക്ക് അങ്ങ് പിടിച്ചിട്ടുണ്ട്, എന്തായാലും തല്ലാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ തന്നെ ഈ സുകുമാരി മുത്തശ്ശി ഇവളുടെ അങ്ങ് നോക്കുകയാണ്. അപ്പോഴാണ് ഇവളിവിടെ വന്ന കാര്യം ഇവരറിയുന്നത്. അപ്പോൾ രാധിക സുകുമാരി മുത്തശ്ശിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കൈ എങ്ങാനും എൻ്റെ മുത്തശ്ശിയുടെ മേലെങ്ങാനും പതിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവനോടെ ഈ വീട് വിട്ടങ്ങ് ഇറങ്ങില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ വിചാരിച്ചത്, മുത്തശ്ശിനെ ഇവിടുന്ന് അങ്ങ് അധിക്ഷേപിച്ച് ഇറക്കി വിടാൻ കഴിയുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? എൻ്റെ മുത്തശ്ശിനോട് എന്തെങ്കിലും ഒരു വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ജീവനും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങില്ല, നിങ്ങളുടെ ഞാൻ കൊന്നിരിക്കും എന്നൊക്കെ ഈ രാധിക അങ്ങ് പറയാണ്. എന്നിട്ട് രാധിക പറയുന്നുണ്ട്, അല്ല പ്രിയങ്ക നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ അരിയുന്ന സമയത്ത് ഈ കത്തി പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ കത്തിയും നീയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നല്ലോ. എന്നാൽ കേട്ടോ, ഞങ്ങൾ തമ്മിലൊരു ആത്മാർത്ഥ ബന്ധമുണ്ട്. ഞാനൊരു കാര്യം വിചാരിച്ച് കത്തി എടുത്താൽ ആ പ്രവർത്തനം കത്തി തീർത്ത് കഴിഞ്ഞിട്ടേ ഞാൻ ആ കത്തി താഴെ വെക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എങ്ങാനും എന്നെ മുത്തശ്ശിയുടെ മേലെങ്ങാനും കൈ വെച്ചാൽ ഞാൻ ആ കത്തി കൊണ്ട് നിങ്ങൾ രണ്ടുപേരും കുത്തി എരിയും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് വീണ്ടും രാധികർക്ക് രണ്ടുപേർക്കും വാണിംഗ് കൊടുക്കുന്നുണ്ട്, ഇനി എങ്ങാനും ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിന്നാൽ നിങ്ങളുടെ ജീവനോടെ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഈ അവൾ അമ്മനോട് പറയുന്നുണ്ട്, അമ്മേ ഈ അമ്മക്കറിയോ ഈ മുത്തശ്ശി എന്ന് പറയുന്നത് വരുണിൻ്റെ രാജ്ഞി തന്നെയാണ്. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടായിരുന്നല്ലോ കിരീടം വെക്കാത്ത രാജ്ഞി എന്നൊക്കെ, ഇങ്ങനെ കണിമംഗലത്തിൻ്റെ രാജ്ഞിയാണെന്ന്. ശരിയാണ്, ഈ മുത്തശ്ശി എന്ന് പറയുന്ന കണിമംഗലത്തിൻ്റെ രാജ്ഞി തന്നെയായിരുന്നു. എല്ലാവരും ഭരിക്കുന്ന എല്ലാത്തിൻ്റെ ഉപരിയായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം തന്നെയായിരുന്നു മുത്തശ്ശി. ആ മുത്തശ്ശീനെ എന്ന് പറയുന്നത് എന്തെങ്കിലും രീതിയിൽ വരുണ് ഇവർ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നറിഞ്ഞാൽ അതൊരിക്കലും വരുണിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. എനിക്കും അതുപോലെ തന്നെയാണ്, അതൊരിക്കലും എനിക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ മുൻകൈ എടുത്താൽ പിന്നെ അവർ ജീവനോടെ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞത് സത്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വരുൺ അങ്ങ് കയറി വരുന്നത്. അവനായ ഇലയും കട്ട് ചെയ്ത് അങ്ങ് കയറി വരികയാണ്. അപ്പോഴാണ് അകത്ത് കയറുന്ന സമയത്ത് ഈ സുകുമാരി മുത്തശ്ശിനെയും പ്രിയങ്കനെയും അങ്ങ് അവൻ കാണാണ്. അപ്പോൾ തന്നെ ഇവൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ മുത്തശ്ശിക്ക് അങ്ങ് കരച്ചിലങ്ങ് വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി വേഗം വരുണിൻ്റെ അടുത്തേക്ക് അങ്ങ് പോയിട്ട് പറയുന്നുണ്ട്, എടാ മോനെ ഇവർ രണ്ടുപേരും എന്നെ ഇവിടുന്ന് അങ്ങ് പുറത്താക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പിന്നെ വരുൺ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി ഇറങ്ങുന്ന സമയത്ത് ഞാനും കൂടി ഇറങ്ങുകയാണ്. മുത്തശ്ശിനെ അധിക്ഷേപിച്ച ഒരു ഇടത്ത് ഞാൻ എന്തായാലും നിൽക്കില്ല, നമുക്ക് രണ്ടു പേർക്ക് ഇറങ്ങാം മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ തന്നെ ഈ വരുണിനോട് ഈ യശോദ പറയുന്നുണ്ട്, എടാ നീ അങ്ങനെ ഇറങ്ങരുത്, ദേവം വരുന്നത് വരെയെങ്കിലും ഒന്ന് കാത്തിരിക്ക്, നിങ്ങൾ ഇറങ്ങരുത്, ഇവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ വരും പറയുന്നുണ്ട്, അങ്ങനെയല്ല അമ്മേ, കാരണം എൻ്റെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ മുത്തശ്ശി ഈ വീട്ടിൽ അപമാനം സഹിച്ച് ഇവിടെ നിന്നതാണ്. അപ്പോൾ അപമാനത്തോടെ ഇവിടെ ഇറങ്ങി പോകുമ്പോൾ അങ്ങനെയുള്ളൊരു വീട്ടിൽ എനിക്കും നിൽക്കാൻ കഴിയില്ല, എൻ്റെ മുത്തശ്ശിക്ക് അഭിമാനത്തോടെ നിൽക്കാൻ കഴിയാത്തൊരിടത്ത് എനിക്കും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവന് മുത്തശ്ശിയുടെ കൂടെ അങ്ങ് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ രാധിക വേഗം വന്നിട്ട് പറയുന്നുണ്ട്, അവിടെ നിൽക്ക്, നിങ്ങൾ രണ്ടുപേരും ഇല്ലാത്ത ഇടത്ത് ഞാനും നിൽക്കില്ല, നിങ്ങൾ എവിടെയാണ് അവിടെ തന്നെയാണ് ഞാനും, ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് വരാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ ഇതുവരെ ടെൻഷനിലായിരുന്ന ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് ഈ ഒരു വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് എക്സൈറ്റഡ് ആവണം. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, 5 മിനിറ്റ് എത്രയും പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പോക്കണം, ഞങ്ങൾ എന്തായാലും നിങ്ങൾ ഈ പുറത്തിറങ്ങി ഇവിടുന്ന് ഈ ആറ്റുവാശ്ശേരി വിട്ട് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ, ഞങ്ങളെന്തായാലും മുറ്റത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളും പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കിടിയിട്ട് വീടിൻ്റെ മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. അത് ഇവരെ ഇറങ്ങി പോകാൻ വേണ്ടി കാത്തിരുന്നിട്ട് നമ്മുടെ രാധികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളുടെ റൂമിലേക്ക് പോയിട്ട് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യശോദ വന്നിട്ട് അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, എടി രാധിക നീ പോകല്ലേ, അച്ഛൻ വരുന്നത് വരെയെങ്കിലും കാത്തിരിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇവളിങ്ങനെ പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ അവർ പോകുന്നിടത്തേക്ക് ഞാനും പോകുള്ളൂ, കാരണം അവർ എവിടെയാണ് അവിടെ തന്നെ ഞാൻ നിൽക്കുക. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുത്തശ്ശിനെ ഇങ്ങനെ കളിയാക്കാറുണ്ടായിരുന്നല്ലോ, ഇത് കിരീടം വെക്കാത്ത രാജ്ഞിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ശരിക്കും അവരൊരു കിരീടം വെക്കാത്ത രാജ്ഞി തന്നെയായിരുന്നു. അവർ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഈ വരുണ് അവരെ മനസ്സോട് ദ്രോഹിച്ചു എന്നൊക്കെ അറിഞ്ഞാൽ വരുണിന് അതൊന്നും ഒരിക്കലും സഹിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് അവരിവിടെ എന്തായാലും നിൽക്കില്ല, അതുകൊണ്ട് ഞാൻ അവരെ കൂടെ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളും സാധനമൊക്കെ പാക്ക് ചെയ്തിട്ട് അങ്ങ് ഇറങ്ങുകയാണ്.
അപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഈ സുകുമാരി മുത്തശ്ശിയും ഈ പ്രിയങ്കയും കൂടിയിട്ട് ഇങ്ങനെ മുറ്റത്തിരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, അഥവാ ഇനി അവരുടെ മനസ്സെങ്ങാനും മാറുമാകോ എന്നൊക്കെ ഇങ്ങനെ ഈ പ്രിയങ്ക സുകുമാരി മുത്തശ്ശിനോട് ചോദിക്കുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, ഏയ് അതൊന്നും ഇല്ലടി, അവരെന്തായാലും ഇറങ്ങും. കാരണം അവരിപ്പം നാണം കേട്ട് അവിടെ നിൽക്കല്ലേ, കുറച്ചൊക്കെ ഒരു അന്തസ്സുള്ളതുകൊണ്ട് അവരവിടെ നിൽക്കില്ല എന്ന് ഉറപ്പാണ്. അവരെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങും, നീ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജയഭാരതി മുത്തശ്ശിയാണെങ്കിൽ വരുണിനോടും പറയുന്നുണ്ട്, വരുണ നീ എന്നെ കൊണ്ടാക്കുകയാണെങ്കിൽ കണിമംഗലത്ത് കൊണ്ടാക്കിയാൽ മതി. കാരണം 2 ദിവസം കഴിഞ്ഞാൽ എന്തായാലും പരമേശ്വരനും പത്മിനിയും കൂടിയിട്ട് വരുമല്ലോ. അതുകൊണ്ട് അവരുടെ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും എത്തും. ഞാൻ അവിടെ തന്നെ നിന്നോളാം. ഈ തെരുവിൽ നിൽക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നതല്ലേ. നീയും കൂടി ഞാൻ കാരണം ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞത് അതെന്തായാലും ഈ മുത്തശ്ശിക്ക് സഹിക്കാൻ കഴിയില്ല. നീ ഇവിടെ നിന്നോ, ഞാൻ കണിമംഗലത്ത് തിരിച്ചു പോയിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശിനെ ഇവിടെ നിന്ന് നാണം കെട്ടി ഇറക്കി വിട്ടതാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എനിക്കും നിൽക്കാൻ കഴിയില്ല. ഞാനും എൻ്റെ കൂടെ തന്നെ, ഞാനും മുത്തശ്ശിയുടെ കൂടെ തന്നെ പോരും എന്നൊക്കെ ഇങ്ങനെ ഈ വരുണും കൂടിയിട്ട് അങ്ങ് പറയണേ. അപ്പോൾ ഈ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ രാധികക്ക് അവൾക്ക് അവളുടെ അച്ഛനും അമ്മേൻ്റെ അടുത്തേക്ക് നിൽക്കാൻ ഭയങ്കര ആഗ്രഹം കാണില്ല, അവളെങ്കിലും അവിടെ നിന്നോട്ടെ എന്നൊക്കെ പറയണേ. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, രാധികയുടെ കാര്യം അത് ഞാൻ ഒന്നുകൂടി ഒന്ന് സംസാരിച്ച് നോക്കട്ടെ, അവൾ ഇവിടെ നിൽക്കുമില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവരിന്ന് ഇറങ്ങി പെട്ടെന്ന് പോയാൽ മതിയായിരുന്നു, അവരുടെ മനസ്സെങ്ങാനും അറിയാതെ മാറിയാലോ, എല്ലാ പ്ലാനും ഫ്ലോപ്പ് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ച് അവിടെ പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഈ ദേവൻ അങ്ങ് കയറി വരുന്നത്. അപ്പോൾ ദേവൻ കയറി വരുന്നത് എന്തായാലും പ്രിയങ്കയും മുത്തശ്ശി അങ്ങ് കാണുകയാണ്. അപ്പോൾ പിന്നെ പ്രിയങ്കയ്ക്ക് ചെറിയൊരു പേടി വരികയാണ്. അപ്പോൾ പ്രിയങ്ക മുത്തശ്ശിനോട് പറയുന്നുണ്ട്, അത് അച്ഛൻ വരുന്നത്, ഇനി അവരങ്ങനെ ഇറങ്ങാതിരിക്കോ, എന്തെങ്കിലും പ്രശ്നമാവോ മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, ഏയ് അവർക്ക് നല്ല അഭിമാനത്തിനാണ് ക്ഷതയേറ്റിരിക്കുന്നത്, അഭിമാനത്തിന് ക്ഷതയേറ്റുന്നുണ്ട്, എന്തായാലും അവരിവിടെ നിൽക്കുന്നതെന്ന് ഉറപ്പാണ്, നീ ധൈര്യമായിട്ട് ഇരിക്കടി, ദേവൻ വന്നെന്ന് വിചാരിച്ച് ഒരു ചുക്കും സംഭവിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളെ ധൈര്യപൂർവ്വം അവിടെ അങ്ങ് നിർത്താനും. അപ്പം ദേവൻ നേരെ കയറി വരുമ്പോൾ ഇവരെ അങ്ങ് കാണുകയാണ്. അപ്പം ദേവൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെപ്പോഴാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പിന്നെ അടുത്ത പ്രൊമോയിൽ എന്തായാലും ദേവൻ ഇവർ 2 പേര് ആട്ടി ഓടിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ എന്തായാലും അവരുടെ പ്ലാന് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.